പ്രശസ്തമായ സ്വർണ്ണക്കപ്പ് തനി തങ്കം തന്നെയാണോ? ലോകകപ്പിന്റെ ഔദ്യോഗിക ട്രോഫി 2 തവണ മോഷ്ടിക്കപ്പെട്ടു. ആദ്യത്തെ തവണ ട്രോഫി മോഷ്ടിക്കപ്പെട്ടപ്പോൾ അത് കണ്ടെടുത്തത് പിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു നായയാണ്. ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് അതിനോളം പ്രതാപമുള്ള ഒരു സ്വർണ്ണ കിരീടമാണ് ഫിഫ വേൾഡ് കപ്പിന്റെ ട്രോഫി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സ്വർണ്ണക്കപ്പ് ഏത് രാജ്യത്തേക്ക് എത്തും എന്നതിന്റെ ഉത്തരം കൂടിയാണ് ഓരോ ലോകകപ്പും. സ്വർണ്ണ കിരീടം ആർക്കും എവിടെയും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ലോകകപ്പിന്റെ ഇത്തരം നിയന്ത്രണങ്ങളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ അങ്ങ് ചരിത്രത്തിൽ നിന്ന് തുടങ്ങണം. നമ്മൾ ഇന്ന് കാണുന്ന ട്രോഫിയല്ല തുടക്ക കാലഘട്ടത്തിൽ ഫിഫയ്ക്ക് ഉണ്ടായിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1930 മുതൽ 1970 വരെ ലോക ജേതാക്കൾക്ക് നൽകിയിരുന്നത് ഫ്രഞ്ച് ശില്പിയായ ആബേൽ ലോഫ്റ്റർ രൂപകൽപ്പന ചെയ്ത കപ്പായിരുന്നു. ഗ്രീക്ക് ദേവതയായ നെയ്ക്കിന്റെ രൂപം ആലേഖനം ചെയ്ത ട്രോഫിയുടെ താഴ്ഭാഗത്തുള്ള ബേസ് നിർമ്മിച്ചത് ലാപ്പിസ് ലാസുളി എന്ന് പറയുന്ന നീലക്കല്ല് ഉപയോഗിച്ചാണ്. അതിനു ചുറ്റും 4 ഭാഗത്തായുള്ള ഗോൾഡൻ പ്ലേറ്റുകളിൽ ജേതാക്കളുടെ പേരും രേഖപ്പെടുത്തിയിരുന്നു. ഫിഫയുടെ 3ാമത്തെ പ്രസിഡന്റ് യൂൾസ് റിമൈറ്റിന്റെ പേരിലാണ് ആദ്യത്തെ ഫുട്ബോൾ ലോകകപ്പ് ട്രോഫി അറിയപ്പെട്ടിരുന്നത്. ഇനി മോഷണക്കഥയിലേക്ക് വരാം. വർഷം 1966. ലോകകപ്പിന് വെറും 4 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ സെൻട്രൽ ഹാളിൽ നിന്ന് ഒരു ദിവസം ഔദ്യോഗിക ട്രോഫി മോഷ്ടിക്കപ്പെടുന്നു. ഇതോടെ ഇംഗ്ലണ്ട് ഭരണകൂടം ആകെ അങ്കലാപ്പിലായി. കപ്പ് കണ്ടെത്താനായി മുഴുവൻ പോലീസ് സേനയെയും രാജ്യം ചുമതലപ്പെടുത്തി. ഫിഫ അധികൃതർ തിരക്കിട്ട് മറ്റൊരു പകർപ്പ് നിർമ്മിക്കുക വരെയുണ്ടായി. എന്നാൽ അത്ഭുതകരമായി 7ാം നാൾ ട്രോഫി കണ്ടെടുത്തു. പിക്കിൾസ് എന്ന നായയാണ് കളവ് പോയ ട്രോഫി കണ്ടെത്തിയത്. സൗത്ത് ലണ്ടനിലെ സബേർബൻ ഗാർഡൻ ഹെഡ്ജിൽ നിന്ന് ഇംഗ്ലീഷ് പത്രത്തിൽ പൊതിഞ്ഞ നിലയിലാണ് ട്രോഫി കണ്ടെടുത്തത്. പിക്കിൾസിന്റെ ഈ സാഹസികതയ്ക്ക് സമ്മാനം നൽകാൻ ഫിഫ മറന്നില്ല കേട്ടോ. ക്യൂട്ട് പിക്കിൾസിന് മരണം വരെ കുശാലമായ ഭക്ഷണം എന്നതായിരുന്നു ഫിഫ നൽകിയ സമ്മാനം. കഥ അവിടെ കൊണ്ട് തീർന്നില്ല. 1973 റിയോയിലുള്ള ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ഓഫീസിൽ നിന്ന് സ്വർണ്ണക്കപ്പ് വീണ്ടും മോഷണം പോയി. സങ്കടകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പിന്നീട് ആ കപ്പ് കണ്ടെടുക്കാനേ ആയില്ല. 2ാം ലോക മഹായുദ്ധകാലത്ത് അന്നത്തെ ഫിഫ വൈസ് പ്രസിഡന്റ് ട്രോഫി ബാങ്ക് നിലവറയിൽ നിന്ന് രഹസ്യമായി പുറത്തെടുത്ത് തന്റെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ചരിത്രവും ഫിഫയ്ക്കുണ്ട്. സ്വർണ്ണക്കപ്പ് തട്ടിയെടുക്കപ്പെടുമോ എന്ന പേടി മൂലമായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1974 മുതലാണ് ഇന്ന് കാണുന്ന ലോകകപ്പ് ട്രോഫി വിജയികൾക്ക് നൽകി തുടങ്ങിയത്. ഭൂമിയെ കയ്യിലേന്തിയ 2 മനുഷ്യരെന്ന വിഷയത്തെ ആധാരമാക്കി ഇറ്റാലിയൻ ശില്പിയായ സിൽവിയോ ഗസാനിഗയാണ് ട്രോഫി നിർമ്മിച്ചത്. ഗോൾഡൻ ട്രോഫിക്ക് 36.8 സെന്റിമീറ്റർ ഉയരവും 6.175 കിലോ ഭാരവുമുണ്ട്. പശ്ചിമ ജർമ്മൻ ക്യാപ്റ്റനായ ഫ്രാൻസ് ബെക്കൻബോവറാണ് പുതിയ ട്രോഫി ആദ്യമായി ഉയർത്തിയത്. 18 കാരറ്റ് സ്വർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കപ്പിന്റെ അടിഭാഗത്ത് കാണുന്ന ആ പച്ച നിറമില്ലേ, അത് മാലക്കൈറ്റ് എന്ന സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം $20 മില്യൺ വില മതിക്കുന്നതാണ് ഫിഫ വേൾഡ് കപ്പിന്റെ ഇന്ന് നമ്മൾ കാണുന്ന ഔദ്യോഗിക ട്രോഫി. 2006 മുതൽ ലോക ജേതാക്കൾക്ക് നൽകുന്നത് യഥാർത്ഥ ട്രോഫിയുടെ സ്വർണം പൂശിയ വെങ്കല പകർപ്പ് മാത്രമാണ്. സമ്മാനദാന ചടങ്ങിൽ കുറച്ചുനേരം മാത്രമേ ഒറിജിനൽ ട്രോഫി ചാമ്പ്യന്മാർക്ക് കൈവശം വെക്കാനാവുകയുള്ളൂ. അത് മാത്രവുമല്ല, ലോകം ഉറ്റുനോക്കുന്ന ആ സ്വർണ്ണ കിരീടം എല്ലാവർക്കും തൊടുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. ഒരു കായിക വിനോദത്തിന് അപ്പുറത്തേക്ക് ലോകം മുഴുവൻ ആരാധനയോടെ നോക്കിക്കാണുന്ന കായിക മാമാങ്കത്തിന്റെയും തങ്ക കിരീടത്തിന്റെയും മൂല്യം എത്രത്തോളം ഉണ്ടെന്നാണ് ചരിത്രം പറഞ്ഞിരിക്കുന്നത്. ലോകകപ്പ് അടുക്കുമ്പോൾ കാൽപന്താവേശം നാട്ടിൻപുറങ്ങളിൽ തുടങ്ങുന്നതും ഫുട്ബോൾ മാമാങ്കത്തിന്റെ പ്രതാപം കൂടി വരുന്നതും അതിങ്ങനെ ഒരു ചരിത്രത്തിൽ നിന്ന് പിറവിയെടുത്തത് കൊണ്ട് കൂടിയാണ്.